ഹലോ ഗായ്സ്, അങ്ങനെ 2025 കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ. അപ്പൊ ഞാനിപ്പോൾ 2025 ഇറങ്ങിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമകൾ ഏത് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി എക്കോ ഇസ് മലയാള സിനിമന്റെ ഒരു ബെഞ്ച് മാർക്കായി കാണാൻ പറ്റിയ സിനിമയാണ്. ഇപ്പം പലരും പറയും തിയേറ്റർ മിസ്സായല്ലോ. ശരിക്കും തിയേറ്റർ മിസ്സല്ലേ, കാരണം ആ പടത്തിന്റെ ഒരു ഫീലും ആ ഒരു ടോട്ടാലിറ്റിയും ആ ഒരു സെറ്റിങ്ങും സൗണ്ടും അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബാഡ് ലക്ക് ഇക്കോ നെക്സ്റ്റ് ക്രോണിക്കിൾ ഇറങ്ങുമ്പോൾ നോക്കാം. ബാഹുൽ രമേഷ്, ദിഞ്ജിത്ത്, സന്ദീപ്, എവരിവൺ സൂപ്പർ. ദാറ്റ്സ് ദ ബെസ്റ്റ് ഫിലിം. സെക്കൻഡ് പറയുകയാണെങ്കിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഒന്നും പറയാനില്ല, മലയാളത്തിന്റെ ഹയസ്റ്റ് ഗ്രോസിംഗ് ബെഞ്ച് മാർക്ക് മൂവി. ഡൊമിനിക് അരുൺ, കല്യാണി, നസ്ലൻ, ദേ ഡിഡ് എ വെരി ബ്രില്യൻ ജോബ്. ഒരു സൈഫൈ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, മലയാളത്തിലെ ഫോക്ലോർ പടം ന്യൂജനെ ചെയ്ത് അടിപൊളിയായിരുന്നു. കിഡിലൻ മേക്കിംഗ്. പിന്നെ കം ടു നമ്പർ 3 തുടരും. നമ്മൾ ലാലേട്ടൻ അഴിഞ്ഞാടിയ ലാലേട്ടൻ പഴയ പോലെ തിരിച്ച് കിട്ടിയൊരു അനുഭവമായിരുന്നു. ആ ഒരു ആക്ഷനും ആ ഒരു കോമഡിയും ആ ഒരു സ്ക്രിപ്റ്റും. നമ്മുടെ തരുൺ മൂർത്തി സൂപ്പർ. ദാറ്റ് ഇസ് മൈ നമ്പർ 3. നമ്പർ 4 പറയുകയാണെങ്കിൽ പലരും അംഗീകരിക്കുമായിരിക്കാം. എനിക്ക് കളങ്കാവലാണ് നമ്പർ 4. ചിലപ്പോൾ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടും ആയിരിക്കാം. കളങ്കാവൽ നമ്പർ 4 എന്ന് പറയാൻ കാരണം വെച്ചാൽ മമ്മൂക്കയുടെ അഭിനയം എനിക്ക് ആ സിനിമയിലൂടെ എക്സ്ട്രാ ഓർഡിനറി തോന്നിയിട്ടുണ്ട്. കാരണം പല ആക്ടേഴ്സും പല ആൾക്കാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു ക്യാരക്ടർ ഇത്ര അടിപൊളി ചെയ്തത്. മമ്മൂക്കൊക്കെ 100 കോടി ആയിട്ടില്ല. പിന്നെ പടം കണ്ടപ്പോൾ തന്നെ ആക്ച്വലി പറഞ്ഞാണ് 100 കോടി ആവില്ലോ എന്ന് അറിയില്ല പറഞ്ഞു. പക്ഷേ ആ പടം ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ഒരു മെയിൻ സ്ട്രീം മെഗാസ്റ്റാർ ഇങ്ങനത്തെ റോൾ ചെയ്താൽ തംസ് അപ്പ്, ഹാറ്റ്സ് ഓഫ് മമ്മൂക്ക. ആൻഡ് നമ്പർ 5 ഞാൻ പറയുകയാണെങ്കിൽ സർവമായ. സത്യം പറഞ്ഞാൽ നിവിൻ പോളിയെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു OG നിവിൻ പോളിയായിട്ട് കാണാൻ പറ്റിയത് ആക്ച്വലി ഭയങ്കര സന്തോഷം. അടിപൊളിയായിരുന്നു. അതിന്റെ എല്ലാ കോമ്പണൻസും, ഡയറക്ഷൻ, റൈറ്റിംഗ് ഇതൊക്കെ അഖിൽ സത്യനാണ്. ഫിലിം ഇസ് സ്റ്റിൽ ഓൺ തിയേറ്റേഴ്സ്. ഡു വാച്ച് ഇറ്റ്. കാരണം ബാക്കി സിനിമകൾ തിയേറ്ററിൽ പോയി OTTയിൽ പറ്റുന്ന OTTയിൽ കാണുക. OTTയിലപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. സോ സർവമായ ഇസ് നമ്പർ 5. ദാറ്റ്സ് ഫോർ മീ. ഈ നോട്ടബിൾ മെൻഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് പൊന്മാൻ, ബേസിലിന്റെ PP അജേഷ്, അതുപോലെ പറയുമ്പോൾ പടക്കളം. ഈ 2 പടങ്ങളും നോട്ടബിൾ മെൻഷൻസ് ആണ്. അതുപോലെ 2020 ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പടം പറയണം തോന്നി, ഡേയ്സിറെ. പ്രണവ് മോഹൻലാൽ ഞെട്ടിച്ചു. രാഹുൽ സദാശിവന്റെ കിടിലൻ മേക്കിംഗ്. അതും ഒരു ഗംഭീര പടമായിരുന്നു. നോട്ടബിൾ മെൻഷൻ ഉണ്ട്. പക്ഷേ എന്റെ ബെസ്റ്റ് 5 പിക്സ് ഓഫ് ദിസ് ഇയർ ഇസ് 1 ഇസ് ഇക്കോ, സെക്കൻഡ് ഇസ് നമ്മുടെ ലോക, തുടരും, കളങ്കാവൽ, സർവമായ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമൻസായി പറയാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്.